The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, കായലലകൾ പുൽകും തണുവലിയുമീറൻ കാറ്റിൽ ഇളഞ്ഞാറിൻ ഇലയാടും കുളിരുലാവും നാട്, നിറപൊലിയേകാമെന്നറിയ നേരിനായി പുതുവിള നേരുന്നോരിനിയ നാടിതാ പാടാ കുട്ടനാടിൻ നീണം. കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം, പുഴയോരം കളമേളം കവിത പാടും തീരം, തേ 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 തിത്തി താരാ തേ തേ തോ, തേ 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 തിത്തി താരാ തേ തേ തോ. സഹ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെൻ്റെ കേരളം, നീലസാഗരമതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം, ഇളകിയാടുന്ന ഹരിതമേഖലയിൽ അലയിടുന്ന കളനിസ്വനം, ഓ നിസ്വനം കളനിസ്വനം. സഹ്യസാനുശ്രുതി ചേർത്തു വച്ച മണിവീണയാണെൻ്റെ കേരളം, നീലസാഗരമതിൻ്റെ തന്ത്രിയിലുണർത്തിടുന്നു സ്വരസാന്ത്വനം. വെൽക്കം ബാക്ക് ചിൽഡ്രൻ. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഒരു വീഡിയോ കണ്ടു അല്ലേ, സോങ് അല്ലേ, 2 പാട്ടുകൾ നിങ്ങൾ കേട്ടു. അപ്പോൾ അതിലെന്താണ് കേരളത്തിൻ്റെ ബ്യൂട്ടിയെക്കുറിച്ചാണ് വർണ്ണിച്ചിരിക്കുന്നത് അല്ലേ. കേരള ഇസ് ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ, ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് കേരളത്തെ വിശേഷിപ്പിക്കുന്നത്. ഓക്കെ, ടുഡേ ലെറ്റ് us ലേൺ എ ന്യൂ ചാപ്റ്റർ ഇൻ ദ ലാൻഡ് ഓഫ് കേരള. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പുതിയ ചാപ്റ്റർ കേരളത്തെക്കുറിച്ചാണ്. ഓക്കെ, all of us know that Kerala, our state, is rich with natural beauty, with hills, rivers, backwaters, coastline, different kinds of plants and animals. Our poets have described the natural beauty of Kerala. അറിയാം അല്ലേ, പല കവികളും കേരളത്തിൻ്റെ പ്രകൃതി മനോഹാരിതയെക്കുറിച്ച് വളരെ ഭംഗിയായി വർണ്ണിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പേജിൽ തന്നെ ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും അത് വായിച്ചു നോക്കാം. ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചാണ്. ഓക്കെ, നൗ ലെറ്റ് us ലേൺ മോർ അബൌട്ട് അവർ സ്റ്റേറ്റ്, ഇറ്റ്സ് പൊസിഷൻ, ഫിസിയോഗ്രഫി, ക്ലൈമറ്റ് എക്സെട്ര. കേരള ഈസ് located in the southern part of India between the Western Ghats in the east and the Arabian Sea on the west. Now all of you look at the Kerala map, Kerala's map, political map that is in your textbook. ടെക്സ്റ്റ് ബുക്കിൽ കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ മാപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ഒന്ന് നോക്കാം. ഓക്കെ, ഡു യു നോ ഹൗ മെനി ഡിസ്ട്രിക്ട്സ് ആർ ദെയർ ഇൻ കേരള? എത്ര ഡിസ്ട്രിക്ട്സ് ഉണ്ട് കേരളത്തിൽ നിങ്ങൾക്ക് അറിയുമോ? യെസ്, 14 ഡിസ്ട്രിക്ട്സ് ആർ ദെയർ അല്ലേ. കേരളത്തിൽ 14 ജില്ലകളുണ്ട്. വിച്ച് ആർ ദേ? ഇപ്പോൾ നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് എടുത്ത് നോക്കുക. ടീച്ചർ ആ ജില്ലകളെല്ലാം വായിക്കാം. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം,
ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. അപ്പോൾ എല്ലാവരും നോക്കുക, ഒന്നുകൂടി നോക്കുക. ഏതൊക്കെയാണ് ഡിസ്ട്രിക്ട്സ്? 14 ഡിസ്ട്രിക്ട്സ് ഉണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്. വിച്ച് ഈസ് അവർ ക്യാപിറ്റൽ? ഇതിൽ നമ്മുടെ ഏതാണ് കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത്? വിച്ച് ഈസ് അവർ ക്യാപിറ്റൽ? യെസ്, തിരുവനന്തപുരം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. ദ നൈബറിംഗ് സ്റ്റേറ്റ്സ് ഓഫ് കേരള ആർ, വിച്ച് ആർ ദേ നൈബറിംഗ് സ്റ്റേറ്റ്സ്? തമിഴ്നാടു ആൻഡ് കർണാടക. യെസ്, തമിഴ്നാടു ആൻഡ് കർണാടക. ദീസ് ആർ ദ നൈബറിംഗ് സ്റ്റേറ്റ്സ്. Okay, then the smallest district is, which is the smallest district? Yes, Alappuzha. And the biggest district is Palakkad. Almost all district lies near coastline. ഒരുവിധം എല്ലാ ഡിസ്ട്രിക്ട്സും കോസ്റ്റ് ലൈനിലെ അടുത്തായിട്ടാണ് കിടക്കുന്നത്. തീരപ്രദേശങ്ങളുണ്ട് അല്ലേ? ബട്ട് പാലക്കാട് ഡസൻറ്റ് ഹാവ് എ കോസ്റ്റ് ലൈൻ. പക്ഷേ പാലക്കാടിന് മാത്രം കോസ്റ്റ് ലൈൻ ഇല്ല. ഓക്കെ, അക്കോർഡിംഗ് ടു ഫിസിക്കൽ ഫീച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദ എലിവേഷൻ ഫ്രം സീ ലെവൽ, കേരള ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3. എലിവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എത്ര അടി മേലെയാണ്, അതായത് എത്ര ഉയരത്തിലാണ്. അതായത് ഫിസിക്കൽ ഫീച്ചേഴ്സ് വെച്ച് നോക്കുമ്പോൾ കേരളം എന്ന് പറയുന്നത് കടലിൽ നിന്നും എത്ര അടി ഉയരത്തിലാണ്, അതിൻ്റെ ബേസിസിലാണ് അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആ ഉയരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. വിച്ച് ആർ ദേ? ദേ ആർ ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് ലോലാൻഡ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു മാപ്പ് തന്നിട്ടുണ്ട്, കേരളാസ് ഫിസിക്കൽ മാപ്പ്. നേരത്തെ കണ്ടത് പൊളിറ്റിക്കൽ മാപ്പാണ്, ഇത് ഫിസിക്കൽ മാപ്പാണ്. അപ്പോൾ ഫിസിക്കൽ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ആ ലാൻഡ് ഡിവിഷൻസ്. മിഡ്ലാൻഡ്, ഹൈലാൻഡ്, ലോലാൻഡ്. അപ്പോൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഹൈലാൻഡ്, മിഡ്ലാൻഡ് ആൻഡ് ലോലാൻഡ്. അത് നിങ്ങളെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ അതിൽ 3 കളറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കളറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് us ലേൺ about highlands. Highlands are areas which are 75 meters from the sea levels. All the rivers of Kerala originate from highlands. There are tall mountains and hills in highlands. Most of this region is covered with a forest. അപ്പോൾ ഈ ഹൈലാൻഡ് എന്ന് പറയുന്നത് 75 മീറ്റേഴ്സ് ഫ്രം ദ സീ ലെവൽസ്, സീ ലെവലിൽ നിന്നും 75 മീറ്റേഴ്സ് കിടക്കുന്ന ഉയരത്തിൽ കിടക്കുന്നതാണ് എന്ത്? ഈ ഹൈലാൻഡ് എന്ന് പറയുന്നത്. ഇനി ഓൾ ദ റിവേഴ്സ് ഓഫ് കേരള ഒറിജിനേറ്റ് ഫ്രം ഹൈലാൻഡ്. കേരളത്തിലുള്ള പ്രധാനപ്പെട്ട നദികളെല്ലാം തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്നത് ഈ ഹൈലാൻഡിൽ നിന്നാണ്. ഓക്കെ, ഇനി വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഈസ് ദാറ്റ് these tall mountains and hills in these highlands, most of this region covered with a forest. അതായത് വനങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന പ്രദേശങ്ങൾ കൂടിയാണ് ഇത് ദിസ് ഹൈലാൻഡ്സ്. The highland region of Kerala is a part of Western Ghat mountain ranges. These mountain ranges extended from Tamil Nadu in the south to Gujarat in the north. That is, Western Ghat is an extension of mountain ranges. Wide varieties of animals are found in the Western Ghat. പലതരത്തിലുള്ള മൃഗങ്ങളെ നമുക്ക് ഈ ഫോറസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. Which are they? Tiger, leopard, different kinds of birds, butterflies, reptiles like king cobra and rare species like Nilgiri tar and lion-tailed macaque are found here. These are the animals found in these regions. We can also find trees such as rosewood, eaglewood, sandalwood, red sandalwood and orchids of different kinds. അപ്പോൾ പലതരത്തിലുള്ള ചെടികളും മരങ്ങളും എല്ലാം ഈ ഫോറസ്റ്റിൽ കാണാനായിട്ട് സാധിക്കും. നോട്ട് ഓൺലി ആനിമൽസ്. ഓക്കെ, ദിസ് റീജിയൻ ഈസ് ഓൾസോ നോൺ ആസ് സഹ്യാദ്രി മൗണ്ടൻ റേഞ്ച്. അപ്പോൾ ഈ റീജിയന് വേറൊരു പേരും കൂടി അറിയപ്പെടും, സഹ്യാദ്രി മൗണ്ടൻ റേഞ്ച്. ഓക്കെ, ഇനി
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കുറേ പിക്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈലൻറ്റ് വാലിയുടെ പിക്ചർ ഉണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് എടുത്ത് നോക്കുക. അതിൽ എല്ലാവർക്കും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇൻ ദ വാലി ഓഫ് സൈലൻസ്. അതിൽ നോക്കുക എല്ലാവരും. സൈലൻറ്റ് വാലി ഈസ് എ ഫോറസ്റ്റഡ് tract in the Western Ghat region of the Mannarkad Taluk in Palakkad districts. Silent Valley owes its name to the perceived absence of noisy cicada. This forest is the habitat of several plant and animal species including the endangered lion-tailed macaque. അതായത് ഈ സൈലൻറ്റ് വാലിക്ക് ആ പേര് ലഭിക്കാൻ തന്നെ കാരണം അവിടെ ചീവീടുകളില്ലാത്ത ഒരു വനമാണ്. ചീവീടുകൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എപ്പോഴും ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അവിടെ ചീവീടുകളില്ല എന്നാണ് പറയുന്നത്. ദിസ് സൈലൻറ്റ് വാലി ഈസ് ഇൻ അവർ ഡിസ്ട്രിക്റ്റ്, പാലക്കാട് ഡിസ്ട്രിക്റ്റ്. നമ്മുടെ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് ഈ സൈലൻറ്റ് വാലി. പിന്നെ നെക്സ്റ്റ് അനദർ ഫീച്ചർ ഈസ് ദാറ്റ് ഇവിടെ സിംഹവാലൻ കുരങ്ങനെ കാണാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, next is about midland. Areas lying between elevation of 7.5 meter and 75 meters above the sea level. The midland consists of small hills, valleys and river basins. Which are the districts lying in this midland? ഇപ്പോൾ നമുക്ക് ആ മാപ്പ് നോക്കിയാൽ അറിയാം ഏതൊക്കെ ഡിസ്ട്രിക്ട്സ് ആണ് ഈ മിഡ്ലാൻഡിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും ആ മാപ്പ് എടുക്കുക. അപ്പോൾ അതിൽ നോക്കിയാൽ അറിയാം ഏതൊക്കെയാണ് ഈ മിഡ്ലാൻഡിലൂടെ പോകുന്ന ഡിസ്ട്രിക്ട്സ്. നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതായത് എറണാകുളം, അതുപോലെ പത്തനംതിട്ട, അതുപോലെ പാലക്കാട്, അങ്ങനെയുള്ള ആ സ്ഥലങ്ങളൊക്കെ, ആ ജില്ലകളൊക്കെ നമുക്ക് മിഡ്ലാൻഡിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, then lowlands, the area that has an elevation up to 7.5 meters from the sea level is lowland. This is a sandy area. ഇത് മണൽ നിറഞ്ഞ പ്രദേശമായിരിക്കും ഇത് ലോലാൻഡ് എന്ന് പറയുന്നത്. Now let us learn about the climate of Kerala. ഇനി കേരളത്തിൻ്റെ ക്ലൈമറ്റിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് നോട്ട് ടു ഹോട്ട് ഓർ ടു കോൾഡ്. അത്ര ചൂടുള്ളതുമല്ല അത്ര തണുപ്പുള്ളതുമല്ല. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദിസ് ഈസ് ബിക്കോസ് കേരള ഹാസ് എ ലാർജ് കോസ്റ്റ് ലൈൻ. നമുക്ക് വലിയ തീരപ്രദേശങ്ങളുണ്ട്. കേരള റിസീവ്സ് റെയിൻഫോൾസ് ഫ്രം സൗത്ത് വെസ്റ്റ് മൺസൂൺ വിൻഡ്സ് ആൻഡ് നോർത്ത് ഈസ്റ്റ് മൺസൂൺ വിൻഡ്സ്. സൗത്ത് വെസ്റ്റ് ഈസ് എടവപ്പാതി ആൻഡ് നോർത്ത് ഈസ്റ്റ് ഈസ് തുലാവർഷം. ഇപ്പോൾ ഇവിടെ രണ്ട് ഇതാണ് നമുക്ക് കാലവർഷങ്ങളാണ് കിട്ടുന്നത്, എടവപ്പാതിയും അതുപോലെ തുലാവർഷം. ഓക്കെ, ജൂൺ ടു സെപ്റ്റംബർ വി ഗെറ്റ് റെയിൻ ഫ്രം സൗത്ത് വെസ്റ്റ് ആൻഡ് ഒക്ടോബർ ടു നവംബർ വി ഗെറ്റ് റെയിൻ ഫ്രം നോർത്ത് ഈസ്റ്റ്. ജൂൺ ടു സെപ്റ്റംബർ വി ഗെറ്റ് റെയിൻ ഫ്രം സൗത്ത് വെസ്റ്റ് ആൻഡ് ഒക്ടോബർ ടു നവംബർ വി ഗെറ്റ് റെയിൻ ഫ്രം നോർത്ത് ഈസ്റ്റ്. We experience cold during the months of December and January. അതായത് ഇപ്പോൾ ഈ സമയത്ത് ഈ മാസങ്ങളിലൊക്കെ നല്ല തണുപ്പാണ് അല്ലേ, മഞ്ഞ് ഉള്ള സമയമാണ്. During summer season we experience decrease in the flow of water in rivers, extreme heat, water scarcity, shedding of leaves from trees, dusty atmosphere. നമുക്കറിയാം ചൂട് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലേ, ഏപ്രിൽ മെയ് മാസങ്ങളായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വളരെയധികം ചൂട് തോന്നും. അതുപോലെ തന്നെ വെള്ളത്തിന് ദാരിദ്ര്യം അല്ലെങ്കിൽ വെള്ളമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു. അതുപോലെ ചെടികളിലെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോകുന്നു. ഒരു എന്താ പറയുക, ഡസ്റ്റി അറ്റ്മോസ്ഫിയർ ആയിരിക്കും. ഓക്കെ, വിച്ച് മന്ത്? ദിസ് ഏപ്രിൽ മെയ്, മാർച്ച് ഏപ്രിൽ മെയ് അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി ചൂട് തരാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ, നൗ ലെറ്റ് us learn about the rivers of Kerala. There are 44 rivers in Kerala. These rivers originate from Western Ghats and flow through Kerala. The longest river in Kerala is Periyar. Bharatapuzha and Bhavani rivers flows through Palakkad district. All these rivers are originate from highlands. നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ റിവേഴ്സ് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്? ഹൈലാൻഡ്സ്. ഓക്കെ, ദീസ് റിവേഴ്സ് ആർ ഓഫ് ഗ്രേറ്റ് യൂസ് ഫോർ അസ്. നമുക്കറിയാം റിവേഴ്സ് നമുക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട്. ഓക്കെ, വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ ഡ്രിങ്കിങ്, ബാത്തിങ്,
cooking, washing, transportation and irrigation. But now these are rivers being polluted by man. നമുക്കറിയാം ഈ റിവേഴ്സ് എല്ലാം മലിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആരാണ് കാരണക്കാർ? യെസ്, ഹ്യൂമൻ ബീയിങ്സ് അല്ലേ, നമ്മൾ തന്നെയാണ്, മനുഷ്യർ തന്നെയാണ്. യു നോ ഹൗ നൗ റിവേഴ്സ് ആർ അണ്ടർ ത്രെറ്റ്. പീപ്പിൾ misuse rivers by dumping all the waste, bank shelving and so on. ബാങ്ക് ഷെൽവിങ് പറഞ്ഞാൽ അതായത് മണൽ കോരിയെടുക്കുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താവും, ഇത് ഇടിഞ്ഞ് മണൽ തീരങ്ങളൊക്കെ ഇടിഞ്ഞ് ഇത് നാശമായിട്ട് പോകാനായിട്ട് കാരണമാകും റിവേഴ്സ്. ഓക്കെ, ദോ കേരള ഹാസ് മെനി റിവേഴ്സ് വി ഫേസ് ദ ഷോർട്ടേജ് ഓഫ് വാട്ടർ. ദിസ് ഈസ് ബിക്കോസ് ഓഫ് ഡീഫോറസ്റ്റേഷൻ. ഇനി ഈ മരങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കുന്നത് കൊണ്ടും നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട്? ഷോർട്ടേജ് ഓഫ് വാട്ടർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് ബാക്ക് വാട്ടേഴ്സ്. എന്താ ബാക്ക് വാട്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കായലുകൾ. ഓക്കെ, വാട്ട് ആർ ബാക്ക് വാട്ടേഴ്സ്? ബാക്ക് വാട്ടർ ഈസ് എ പാർട്ട് ഓഫ് റിവർ ഇൻ വിച്ച് ദർ ഈസ് ലിറ്റിൽ ഓർ നോ കറൻറ്റ്. അതായത് മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത വാട്ടർ ബോഡീസ്, അതായത് അധികം അനക്കം ഉണ്ടാവില്ല, അതിങ്ങനെ കെട്ടിക്കിടക്കും. അതാണ് എന്ത്? back waters. These water bodies are located close to the sea. The Vembanattu Kayal spread across the districts of Alappuzha, Kottayam and Ernakulam is the largest backwater in Kerala. അപ്പോൾ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് വെമ്പനാട്ട് കായലാണ്. അത് ഏതൊക്കെ ഡിസ്ട്രിക്ട്സിലൂടെയാണ് പോകുന്നത്? ആലപ്പുഴ, കോട്ടയം ആൻഡ് എറണാകുളം. The backwaters are used for fishing, shell mining, കോയർ ഇൻഡസ്ട്രി ആൻഡ് ടൂറിസം. ഈ ബാക്ക് വാട്ടേഴ്സ് കൊണ്ടുള്ള യൂസസ് എന്തൊക്കെയാണ്? ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ഫിഷിങ്ങിന് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ ഷെൽ മൈനിങ്, ഷെല്ലുകൾ കുഴിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, അതുപോലെ തന്നെ കോയർ ഇൻഡസ്ട്രി, കയർ വ്യവസായം, ടൂറിസം അല്ലേ, വിദേശികളൊക്കെ ഇവിടേക്ക് ആകർഷിക്കുന്നത് എന്താണ്? ഈ കായലുകളാണ്. ബോട്ടിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, ഹൗസ് ബോട്ടിങ്, അതിനൊക്കെ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട്. ഓക്കെ, അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് ലേക്സ്. ഇനി തടാകങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ലേക്സ് ആർ ലാർജ് വാട്ടർ ബോഡീസ് ക്ലോസ് ടു സീ. ദ ശാസ്താംകോട്ട ലേക്ക് ഇൻ കൊല്ലം ഡിസ്ട്രിക്റ്റ് ഈസ് ദ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക് ഇൻ കേരള. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ട ലേക്ക്, ശാസ്താംകോട്ട കായലാണ്. വിച്ച് ഡിസ്ട്രിക്ട്? കൊല്ലം ഡിസ്ട്രിക്റ്റ്. These lakes and backwaters also face problems. ഈ തടാകങ്ങളും കായലുകളും എല്ലാം എന്ത് ഫേസ് ചെയ്യുന്നുണ്ട്? ഒരുപാട് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ പൊല്യൂഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്? പീപ്പിൾ ഡംപ് വേസ്റ്റ് ഹിയർ, ഫിൽ ഇറ്റ് വിത്ത് മഡ് ആൻഡ് ദർ ഈസ് ലീക്കേജ് ഓഫ് ഓയിൽ ഫ്രം ഷിപ്പ്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ദീസ് വാട്ടർ ബോഡീസ്. അപ്പോൾ പലതരത്തിൽ ആളുകൾ വേസ്റ്റ് എല്ലാം കൊണ്ട് ഇവിടേക്കാണ് ഡംപ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തന്നെയാണ് ഇതിനെല്ലാം കാരണക്കാർ. ഓക്കെ, ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു പ്രൊട്ടക്റ്റ് ആൻഡ് പ്രിസർവ് ദീസ് വാട്ടർ ബോഡീസ്. നമ്മുടെ ഡ്യൂട്ടിയാണ് എന്ത്? ഇതിനെല്ലാം സംരക്ഷിക്കുക എന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദ ഹിസ്റ്റോറിക്കലി ആൻഡ് കൾച്ചറലി ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് ആർ ലൊക്കേറ്റഡ് എലോങ് ദ റിവർ ബാങ്ക്സ്. അല്ലേ, ഫേമസ് ആയിട്ടുള്ള പല സ്ഥലങ്ങളും ഈ റിവർ ബാങ്കിൻ്റെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശബരിമല അല്ലേ. അപ്പോൾ ഈ ശബരിമലയിലൊക്കെ എന്താ ചെയ്യുന്നത്? ആളുകൾ വേസ്റ്റ് എല്ലാം കൊണ്ടുവന്ന് നദിയിൽ ഒഴുക്കുകയാണ് ചെയ്യുന്നത്, നദിയിൽ കൊണ്ടിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ തന്നെയാണ്, ഹ്യൂമൻ ബീയിങ്സ് ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നോട്ട് ഓൺലി റിവേഴ്സ്, ലേക്സ്, then not only rivers, lakes and backwaters face this pollution. അപ്പോൾ ഈ മലിനീകരണം അല്ലെങ്കിൽ പൊല്യൂഷൻ ഫേസ് ചെയ്യുന്നത് റിവേഴ്സ് മാത്രമല്ല, എല്ലാ വാട്ടർ ബോഡീസും എന്ത് ഫേസ് ചെയ്യുന്നുണ്ട്? പൊല്യൂഷൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.